Good afternoon. Good afternoon. Okay. കുറച്ച് എന്തോ പ്രശ്നം വന്ന് തുടക്കം തന്നെ, അതുകൊണ്ടാണ് കേട്ടോ. 2-3 പ്രാവശ്യം ഞാൻ ഇടയിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു, 30-31 പറഞ്ഞു, പക്ഷെ എന്നിട്ടും ശരിയാവുണ്ടായില്ല. സോ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. കുറച്ച് ലേറ്റ് ആയി വന്നതുകൊണ്ട് ഇന്ന് കുറച്ച് 10 പേരെ കാണാനുണ്ട്. അല്ലെങ്കിൽ ഞാൻ കയറുമ്പോ ഒരാള് 2 ഉണ്ടാവുള്ളൂ. ഞാൻ ഓൾറെഡി ഓൺ ആക്കിയപ്പോ അത്രയൊക്കെ ഉണ്ടായുള്ളൂ, 1-2 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ലേറ്റ് ആയിരുന്നു. ഞാൻ ലേറ്റ് ആയതല്ല ആക്ച്വലി, ഇവിടെ സിസ്റ്റത്തിൽ എന്തോ കംപ്ലൈന്റ് വന്നതാണ്. ഞാൻ ഇവിടെ 28 തുടങ്ങി ഇവിടെ ഓപ്പൺ ആക്കാൻ റെക്കോർഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എവിടെ വരെയൊക്കെ പഠിച്ചു എന്ന് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ? ഏത് ചാപ്റ്ററാ? ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ചില ആളുകൾ ഇതിനകത്ത് ക്ലാസ്സിൽ കയറിയിട്ട് കുറച്ചു നേരം കഴിയുമ്പോ ഏത് ചാപ്റ്ററാന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് തോന്നണേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലപ്പോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം. ക്ലാസ്സിൽ കയറുമ്പോ ഏത് ചാപ്റ്റർ, പേജ് നമ്പർ എത്ര എന്നൊക്കെ അവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ ചോദിക്കത്തൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഏത് ചാപ്റ്ററാ? അറിയോ? വേഗം grievances handling, discipline, employee safety and healthy. അതെ, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇതാണ് ചാപ്റ്റർ. ആൻഡ് എവിടെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്? എവിടെ നിന്ന് നമ്മൾ തുടങ്ങണം? ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ് കഴിഞ്ഞു. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ തുടങ്ങി ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡുകൾ. ആ മെത്തേഡുകൾ വരെ നമ്മൾ തീർത്തു, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതാണ്, അതായത് ഗ്രീവൻസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിന്റെ കുറച്ച് രീതികളായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞത് കളക്റ്റീവ് ബാർഗൈനിങ്, എല്ലാവരുടെയും കൂടി കംപ്ലൈന്റുകളൊക്കെ നോക്കി അതിനുള്ള വേരിയസ് ഇഷ്യൂസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് അത് റിസോൾവ് ടുഗദർ. അത് അവര് തന്നെ, അതൊക്കെ ഓർഗനൈസേഷനിൽ തന്നെ വലിയ വലിയ സീരിയസ് മാറ്റേഴ്സ് ഒന്നുമല്ല, സില്ലി മാറ്റേഴ്സിനൊക്കെ എല്ലാവരും കൂടി ചേർന്ന് കൂടിയാലോചിച്ച് കംപ്ലൈന്റ്സ് ആർ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്മൾ മീഡിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടീനെ, പുറത്തുനിന്നുള്ള ആർബിട്രേഷൻ, പുറത്തുള്ള ഒരു വ്യവഹാരം ഇല്ലാതെ കഴിവതും എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഒരു വോളണ്ടറി മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്നൊരു രീതി അവലംബിച്ച് ആ കംപ്ലൈന്റുകൾ സോൾവ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. അതാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കൺസിലിയേഷൻ ആണ്. കൺസിലിയേഷൻ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഈ കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ. ഇഫ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് കേപ്പബിൾ, അവരുടെ ഓർഗനൈസേഷന്റെ പോരായ്മകൾ അല്ലെങ്കിൽ അവർ അത്ര കേപ്പബിൾ അല്ല അത്തരം കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട്, അപ്പൊ ഒരു ഇന്റർമീഡിയറിനെ, ഒരു പുറത്തുനിന്നുള്ള ഒരു തേർഡ് പാർട്ടീനെ, ന്യൂട്രൽ തേർഡ് പാർട്ടി ആയിരിക്കും, എന്താ പറയാ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന, ആരെയും എന്താ പറയാ നമ്മളതിനെ ആരുടെയും ഭാഗം പറയാതെ, ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ, ആർക്കും വേണ്ടിയെങ്കിലും സംസാരിക്കാത്ത ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടീനെ കൊണ്ട് കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ആ കോൺസിലിയേറ്ററിന്റെ ഡിസ്കഷനും കൂടി നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ചില പ്രോബ്ലംസ്, ഇഷ്യൂസ് സോൾവ് ചെയ്ത് ചില കംപ്ലൈന്റുകൾ. ആൻഡ് അനദർ മെത്തേഡ് ആർബിട്രേഷൻ തന്നെയാണ്. ഇവിടെയും നമ്മളൊരു തേർഡ് പാർട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരും ആ തേർഡ് പാർട്ടിയും ഒരു ഇംപാർഷ്യൽ സൊല്യൂഷൻ, ഒരു എന്താ പറയാ ഒരു രീതിയിലും പക്ഷപാതമില്ലാത്ത ഒരു സൊല്യൂഷൻസ് കണ്ടെത്തുന്നു. അതും ഒരു ചിലപ്പോ ചിലതിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഫോർമലായിട്ട് ചില നയങ്ങളൊക്കെ അല്ലെങ്കിൽ നടപടികൾ കോർട്ടിന്റേതായ രീതിയിലുള്ള നയങ്ങൾ കൂടി ഫോളോ ചെയ്തിട്ടായിരിക്കും. ആൻഡ് ലാസ്റ്റ് പറഞ്ഞത് അഡ്ജുഡിക്കേഷൻ. ഇവിടെ കമ്പൽസറി ആയിട്ട് കോർട്ടിന്റെ ഇന്റർവെൻഷൻ ഉണ്ട്, അതുമായിട്ട് കോടതി ഇടപെട്ടിട്ടുള്ളതാണ്. കോടതി എന്താണ് സജസ്റ്റ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയെ ആയിരിക്കും ഈ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് ഡിസിഷൻസ് എടുക്കാനും അല്ലെങ്കിൽ എന്താ പറയാ മറ്റു കാര്യങ്ങൾ സോൾവിങ് ഒക്കെ കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള, എംപ്ലോയ് ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടിയെ ആയിരിക്കും ഈ ഒരു മെത്തേഡിൽ ഉപയോഗിക്കുക. അപ്പൊ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ചില മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്. Then next അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എസെൻഷ്യൽസ് ഓഫ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. ഒരു ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിൽ
ഏറ്റവും അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഗ്രീവൻസ് റീഡ്രസൽ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ചില കാര്യങ്ങൾ വളരെ നിർബന്ധമാണ്, എസെൻഷ്യൽ ആണ്, എന്ന് വെച്ചാൽ വളരെ നെസസറി ആണ്. സോ വാട്ട് ആർ ദേ? എന്താണ് ആ ഗ്രീവൻസ് ഹാൻഡ്ലിംഗിൽ നെസസറി ആയിട്ട് വേണ്ട ചില കാര്യങ്ങൾ? ദ ഫസ്റ്റ് വൺ ഈസ് ആക്സെപ്റ്റബിലിറ്റി. എന്ത് ആക്സെപ്റ്റബിലിറ്റി ആണ് എന്ന് വെച്ചാൽ എന്താ? സ്വീകാര്യത. ആര് സ്വീകരിക്കണം എന്ന് വെച്ചാൽ whatever grievance procedure has been developed by the organization after discussion with the employees, then the trade union and the management. Managementum trade unionum വർക്കേഴ്സും തമ്മിലൊക്കെ കൂടി ആലോചിച്ച് പല ചർച്ചകളിലൂടെയൊക്കെ ഏതെങ്കിലും ഒരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റബിൾ ഫോർ എവരിവൺ. അത് എല്ലാവർക്കും സ്വീകാര്യമാകണം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇന്ന മാർഗത്തിൽ കൂടി നമുക്ക് ഇങ്ങനെയുള്ള പരിഹാരം നടത്താം. എന്തെങ്കിലും കംപ്ലൈൻസ് എംപ്ലോയീസിന്റെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതി, ഈ ഒരു മെത്തേഡിലൂടെ വി ക്യാൻ സോൾവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഡിസൈഡ് ചെയ്യാണ്. അപ്പൊ അത് എല്ലാവർക്കും സ്വീകാര്യമാകണം. അല്ലാണ്ട് എല്ലാവരും കൂടി ആലോചിച്ചിരിക്കുമ്പോഴും മാനേജ്മെന്റ് സ്വന്തം എന്താ പറയുക ഇഷ്ടത്തില് അല്ലെങ്കിൽ സ്വന്തം ഒരു താല്പര്യാർത്ഥം ഒരു ഡിസിഷൻ അങ്ങോട്ട് പറയാം ഇങ്ങനെ രീതിയിൽ സോൾവ് ചെയ്യാം. പക്ഷെ അത് ഓപ്പോസിറ്റിലിരിക്കുന്ന അല്ലെങ്കിൽ ആരാണോ ഗ്രീവിയന്റ് ആയിട്ടുള്ളവര് എംപ്ലോയീസ് ആണ്, എംപ്ലോയീസും അവരുടെ ട്രേഡ് യൂണിയൻസിനും ഒക്കെ ആക്സെപ്റ്റബിൾ ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ ഡെവലപ്പ് ചെയ്യുന്ന ഗ്രീവൻസ് പ്രൊസീജിയർ ഷുഡ് ബി ആക്സെപ്റ്റബിൾ ബൈ എവരിവൺ ഇൻക്ലൂഡിംഗ് മാനേജേഴ്സ്, ട്രേഡ് യൂണിയൻസ് ആൻഡ് വർക്കേഴ്സ്. ഓക്കെ, മനസ്സിലായോ? എന്താണ് പോയിന്റ്? സ്വീകാര്യമായിരിക്കണം. എടുക്കുന്ന പ്രൊസീജിയർ ഏതാണോ അത് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിരിക്കണം. സോ അങ്ങനെ നമ്മൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു രീതി ഇഫ് യു ആർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ, അങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ അവലംബിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം, ചില ഗൈഡ് ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം, ചില രീതികൾ അല്ലെങ്കിൽ ചില നിയമങ്ങൾ. എന്താണ് ആ നിയമങ്ങൾ? പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടുവേർഡ്സ് വർക്കേഴ്സ്. അതായത് ഒരു ഫെയർനെസ് അല്ലെങ്കിൽ ജസ്റ്റിസ് എല്ലാ എംപ്ലോയീസിനെയും ഒരുപോലെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു റീഡ്രസൽ പ്രൊസീജിയർ നടപ്പിലാക്കാനായിട്ട്. മനസ്സിലായി? ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ബാർഗെയിനിങ്സോ അതിനെ സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ജസ്റ്റിസ് ആയിട്ടുള്ള രീതികളാണ് നമ്മൾ അവലംബിക്കേണ്ടത്. എല്ലാ വർക്കേഴ്സിനെയും ഒരുപോലെ കൺസിഡർ ചെയ്യണം. ഒരു വിഭാഗത്തെ മാത്രം കൺസിഡർ ചെയ്ത് അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നു, അത് പാടില്ല. എല്ലാവരെയും, എല്ലാ എംപ്ലോയീസിനെയും കൺസിഡർ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. എങ്ങനെയാ? പ്രിൻസിപ്പിൾ ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടുവേർഡ്സ് ദ വർക്കേഴ്സ്. എല്ലാ വർക്കേഴ്സിനും ന്യായമായിട്ടുള്ളത് ഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊസീജിയർ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ദ മാനേജ്മെന്റ് ഹാസ് ടു കമാൻഡ് റെസ്പോൺസിബിൾ ഓർ റീസണബിൾ പവർ. എന്ന് വെച്ചാൽ എന്താ? മാനേജ്മെന്റിന് ഒരു റീസണബിൾ പവർ അന്നേരം ഉപയോഗിക്കാം. റീസണബിൾ പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിതമായ രീതിയിലുള്ള ഒരു എന്താ പറയാ ഭയങ്കര വലിയ അധികാരം ഉപയോഗിച്ച് അത് സോൾവ് ചെയ്യുന്ന അങ്ങനെ ആവില്ല. ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒത്തിരി വലിയ ഫോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള പവർ ഉപയോഗിച്ച് വലിയ സൊല്യൂഷൻസ് കണ്ടെത്തുമ്പോൾ ഇറ്റ് മേ നോട്ട് ബി ആക്സെപ്റ്റബിൾ ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസിനൊക്കെ സ്വീകാര്യമാകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അവർക്ക് ദേഷ്യം കയറും എംപ്ലോയീസിന്. കാരണം ഭയങ്കര അധികാരം ഉപയോഗിച്ചിട്ട് ആ അധികാരത്തിന്റെ മുഴുവൻ ശക്തി എടുത്ത് ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ അത് എംപ്ലോയീസിനെ ചിലപ്പോ കുറച്ചുകൂടി കൂടുതൽ അവരുടെ മനസ്സിൽ എന്താ പറയാ ഒരു ബിറ്റർനെസ് ഫീലിംഗ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ അവർക്കൊരു എന്താ പറയാ ഒരു കടുപ്പം പോലെ അല്ലെ. അപ്പൊ അത് ഫോളോ ചെയ്യണോ വേണ്ടേ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ചിന്തകളിലേക്ക് എംപ്ലോയീസ് പോകും. അങ്ങനെ പാടില്ല. ഒരു റീസണബിൾ പവർ എന്ത് ചെയ്യാം? കമാൻഡ് ചെയ്യാം മാനേജേഴ്സിന്. അതാണ് രണ്ടാമത്തെ. അപ്പൊ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആക്സെപ്റ്റബിൾ ആയിരിക്കണം. ആ ആക്സെപ്റ്റബിൾ എന്ന് പറയുന്നത് മാനേജ്മെന്റിനും വർക്കേഴ്സിനും യൂണിയൻസിനും ഒക്കെ ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലുള്ള ഒരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ആണ് നമ്മൾ അവലംബിക്കേണ്ടത്. അത് അവലംബിക്കുമ്പോൾ പറയേണ്ട അല്ലെങ്കിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ചില ഗൈഡ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ ചില ഗൈഡ് ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാമത്തേത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടുവേർഡ്സ് ദ വർക്കേഴ്സ്. രണ്ടാമത്തേത് മാനേജേഴ്സ് കമാൻഡ് റീസണബിൾ പവർ. അവരുടെ എന്ത് ചെയ്യണം? റീസണബിൾ കമാൻഡ് പവർ ഉപയോഗിച്ചിട്ടാണ് അവര് കമാൻഡിങ് നടത്താൻ പാടുന്നത്. അതായത് അത്ര അധികം വലിയ ശക്തിയായ പവർ ഒന്നും എടുക്കേണ്ടതാണ്. അടുത്തത് സിഗ്നിഫിക്കന്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ട്രേഡ് യൂണിയൻ ഓൾസോ. പിന്നെ എന്താണ്? ആവശ്യത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ട്രേഡ് യൂണിയനെ കൂടി ഉൾപ്പെടുത്തണം. അതായത് നമ്മളിപ്പോ അങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ട്രേഡ് യൂണിയന്റെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തേത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിൽ വേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ആക്സെപ്റ്റബിലിറ്റി. ആരെ അക്സെപ്റ്റബിൾ ചെയ്യണം?
മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങളിൽ യൂണിയൻസിനും വർക്കേഴ്സിനും, വർക്കേഴ്സ് പറയുന്ന കാര്യങ്ങളിൽ യൂണിയൻസിനും അതുപോലെ തന്നെ മാനേജ്മെന്റിനും, അങ്ങനെ പരസ്പരം എല്ലാവരും തമ്മിലൊരു സ്വീകാര്യത ഉണ്ടായിരിക്കണം. ആ സ്വീകാര്യത ഏത് 3 പ്രിൻസിപ്പിൾസിലാണ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടുവേർഡ്സ് ദ വർക്കേഴ്സ്, അടുത്തത് മാനേജ്മെന്റ് മസ്റ്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് മസ്റ്റ് കമാൻഡ് റീസണബിൾ പവർ, മൂന്നാമത്തേത് സിഗ്നിഫിക്കന്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ട്രേഡ് യൂണിയൻ. ക്ലിയർ ആയോ? 3 പോയിന്റും ആക്സെപ്റ്റബിലിറ്റി മനസ്സിലായില്ലേ? എസെൻഷ്യൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ആക്സെപ്റ്റബിലിറ്റി, പിന്നെ അടുത്ത് പറയാൻ പോകുന്നത് പ്രോംപ്റ്റ്നെസ്, ലീഗൽ സാങ്സിറ്റി, സിംപ്ലിസിറ്റി, ട്രെയിനിങ് ആൻഡ് ഫോളോ അപ്പ്. ഇത്രയും 6 പോയിന്റുകളാണ് നമുക്ക് എസെൻഷ്യൽസ് ആയിട്ട്, ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ എസെൻഷ്യൽസ് നെസസിറ്റീസ് ആയിട്ട് പറയുന്ന 6 കാര്യങ്ങളാണ് കേട്ടത്. അതിൽ ഒന്നാമത്തെയാണ് ആക്സെപ്റ്റബിലിറ്റി. ആക്സെപ്റ്റബിലിറ്റിയിലെ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീവൻസ് procedure should be developed after discussion with the management, workers and union so that they are acceptable by everyone. Okay, പിന്നെ ആ 3 പോയിന്റുകൾ, 3 പ്രിൻസിപ്പിൾ, 3 എന്താ പറയാ ഗൈഡ് ലൈൻസ് കേട്ടാ. ആ 3 ഗൈഡ് ലൈൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, കിട്ടാലും മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് എന്താ? പ്രോംപ്റ്റ്നെസ് ആണ്. പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോംപ്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന്, അല്ലെ? അതായത് നമ്മുടെ ഗ്രീവൻസുകൾ ഉണ്ടാകുമ്പോൾ whenever the grievance occurs in an organization, there should be a promptness action towards it. പെട്ടെന്ന് നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നീക്കുപോക്കുകൾ നടത്തണം. എന്തെങ്കിലും തരത്തിലുള്ള ഗ്രീവാൻസുകൾ ഓർഗനൈസേഷൻ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം. പ്രോംപ്റ്റ് ആയിട്ടാണ്. 2 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, 3 ദിവസം, അങ്ങനെ പാടില്ല. പ്രോംപ്റ്റ് ആയിട്ട് അതിനെ ആക്ട് ചെയ്യണം. അത് എങ്ങനെ നമുക്ക് നടത്താം എന്ന് അവരെ പറഞ്ഞിട്ട് കുറച്ച് രീതികളിൽ നമുക്ക് അതിന്റെ ആക്ഷൻസ് തുടങ്ങാം. ഒന്നാമത്തേത്, ഗ്രീവൻസ് ഷുഡ് ബി അഡ്രസ്ഡ് അറ്റ് ദ ഇനീഷ്യൽ ലെവൽ. എന്ത് പരാതികൾ എംപ്ലോയീസിന്റെ ഇടയിൽ അങ്ങനെ ഉണ്ടായാലും, എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും അത് എന്ത് ചെയ്യണം? ഇനീഷ്യൽ ലെവലിൽ തന്നെ എന്ത് ചെയ്തോളണം? അത് വേണ്ട ആളുകളിലേക്ക് അത് ഇൻഫോം ചെയ്തിരിക്കണം. മനസ്സിലായോ? ആരൊക്കെയാണോ ഇപ്പൊ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഉണ്ട്, ഒന്നിലേക്ക് കമ്മിറ്റിയോട് പറയുക, അല്ലെങ്കിൽ കമ്മിറ്റി എന്നിട്ട് അവര് അറിഞ്ഞപ്പോ അവര് മുഖാന്തരം ഹയർ അതോറിറ്റീസിൽ മാനേജ്മെന്റിലോ എവിടെയാണോ അറിയിക്കേണ്ടത്. ചെറിയ ചെറിയ നിസ്സാരം കംപ്ലൈന്റുകളാണെങ്കിൽ അത് മാനേജ്മെന്റിലേക്ക് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. കമ്മിറ്റി ഇറ്റ്സെൽഫ് ക്യാൻ ടേക്ക് സം സൊല്യൂഷൻസ്, അല്ലെ? അവർക്ക് തന്നെ നടപടികൾ സ്വീകരിക്കാം. സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ തന്നെ തീർക്കാം. അതല്ല, തങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, കുറച്ചുകൂടി ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആണെങ്കിൽ അത് മാനേജ്മെന്റിലേക്ക് അറിയണം. എന്തായാലും അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഇറ്റ് ഷുഡ് ബി അഡ്രസ്ഡ്. എത്രയും പെട്ടെന്ന് എവിടെയാണോ നമുക്ക് കംപ്ലൈന്റുകൾ ഉള്ളത് എംപ്ലോയീസിന്റെ ഇടയിൽ, അത് ഇങ്ങനെ മനസ്സിലിട്ട് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്ന് വലിയ വലിയ എന്താ പറയാ തർക്കങ്ങളിലേക്ക്, ഡിസ്പ്യൂട്ട്സിലേക്കൊക്കെ പോകാതെ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് അത് വേണ്ടപ്പെട്ടവരിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ്. ഇന്ന് നമുക്ക് നോക്കാം, മാനേജ്മെന്റ് ഇനി അങ്ങനെ ചെയ്യുമെന്ന് നോക്കാം, ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ അങ്ങനെ അതിനെ അങ്ങോട്ട് എന്താ പറയാ ഇതാക്കിയിടരുത്. അങ്ങനെ ഇട്ടാൽ എന്താ? നമ്മളുടെ ആക്ടിവിറ്റീസ്, നമ്മൾ ചെയ്യുന്ന ജോബിലൊക്കെ റിഫ്ലക്ട് ചെയ്യും. നമ്മളുടെ ജോബ് പെർഫോമൻസ് കുറയും, അല്ലെ? മാനേജ്മെന്റ് എന്താണ് അവർക്ക് പറ്റിയത്, എന്താണെന്ന് അവരറിയുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അഡ്രസ്ഡ് ടു ദം. അവരോട് പറഞ്ഞിട്ടില്ല എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങള്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെയൊക്കെ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റായ ഒരു രീതിയിലുള്ള ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ കംപ്ലൈന്റുകൾ. ഓക്കെ, അപ്പൊ അത് നമ്മളിങ്ങനെ മനസ്സിലിട്ട് സൂക്ഷിച്ച് എന്ത് പറ്റും? നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അത് റിഫ്ലക്ട് ചെയ്യും. അതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യുക? അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആ ഗ്രീവൻസുകളെല്ലാം അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, ദെൻ മൾട്ടിപ്പിൾ അപ്പീൽസ് ഷുഡ് ബി അവോയ്ഡഡ്. നമ്മളിങ്ങനെ എന്താ പറയാ കമ്മിറ്റിയിൽ കൊടുക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളത് പഠിച്ചു. അവിടെ ഒരു ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട് വിത്ത് 6 members അറ്റ് മാക്സിമം 6 പേരെങ്കിലും അടങ്ങുന്ന. അതിൽ കുറവായാലും കുഴപ്പമൊന്നുമില്ല, 6 പേരെ പാടുള്ളൂ ഒരു കമ്മിറ്റിയിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു മെമ്പേഴ്സ് ഒക്കെ കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. എല്ലാ ഓർഗനൈസേഷൻസിലും മേ ബി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഓർഗനൈസേഷനിലെ ഈ കമ്മിറ്റീസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന ചില കംപ്ലൈന്റുകളൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യാം. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കും. ആൻഡ് ഇൻ കേസ് ഇഫ് ദ കമ്മിറ്റി ഈസ് നോട്ട് കേപ്പബിൾ ടു ഗിവ് സം സൊല്യൂഷൻ, അതിന് തക്കതായ ഒരു സൊല്യൂഷൻ നമ്മുടെ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ദേ ക്യാൻ ഗോ ഫോർ ആൻ അപ്പീൽ ടു ദ മാനേജേഴ്സ്. എന്ത് ചെയ്യാം? മാനേജ്മെന്റിലേക്ക് അപ്പീൽ പോകാമെന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. എവിടെ കണ്ട് പറഞ്ഞത് ഓർമ്മ വരുന്നുണ്ടോ?
ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം, അവരുടെ നിന്ന് കിട്ടിയ ഉത്തരം അല്ലെങ്കിൽ പരിഹാരം നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ കമ്മിറ്റി നമുക്ക് നിർദ്ദേശിച്ച ഒരു പരിഹാരം ഇതാണ്, പക്ഷെ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. ആ ഒരു സൊല്യൂഷനിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പൊ എംപ്ലോയീസ് വീണ്ടും ചേർന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, അപ്പീൽ പോകാം. പക്ഷെ ഒരുപാട് അപ്പീൽസ് പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന്. അപ്പൊ നമ്മൾ അപ്പീൽ കൊടുത്തു, പിന്നെയും അതിന് ഒരു പരിഹാര മാർഗം നിർദ്ദേശിച്ചു, കമ്മിറ്റി നമ്മളെ അറിയിക്കുന്നു, എന്നിട്ട് സാറ്റിസ്ഫൈഡ് ഇല്ല. പക്ഷെ അങ്ങനെ പോകാനൊരു ഇട കൊടുക്കരുതെന്ന്. അപ്പൊ മാനേജ്മെന്റ് ഹാവ് ടു ഗിവ് ബെറ്റർ സൊല്യൂഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ. ബെസ്റ്റ് സൊല്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ they will not go for many more appeals. അങ്ങനെയാണെങ്കിൽ അവർ കൂടുതൽ അപ്പീലിന് പോകുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പോകുമോ? ഇല്ല. യെസ്. സോ അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് കൊടുക്കുന്ന സൊല്യൂഷൻസ് നല്ല എന്താ പറയാ കൃത്യമായ ബെസ്റ്റ് സൊല്യൂഷൻസ് ആയിരിക്കണം. അവരുടെ എംപ്ലോയീസിന്റെ കംപ്ലൈന്റുകൾക്ക് അല്ലെങ്കിൽ ഇഷ്യൂസ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എടുക്കേണ്ട ആക്ഷൻസ് ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും കണ്ടെത്തേണ്ടത്. അതായത് അവരെ കൊണ്ട് വീണ്ടും ഒരു മൾട്ടിപ്പിൾ അപ്പീൽസ് കൊടുക്കാൻ ഇടവരുത്താതിരിക്കുക. ഓക്കെ. അങ്ങനെ വരുമ്പോ അങ്ങനെ കൂടുതൽ അപ്പീൽ കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താ, ആ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് സിസ്റ്റം തന്നെ താറുമാറാണ്, ബോറാണ്, അല്ലെങ്കിൽ അത് അത്ര കേപ്പബിലിറ്റി അല്ല, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളല്ല ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറിവില്ലാത്ത ആൾക്കാർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് പരിഹാരം ഇല്ലാത്ത. എന്തിനും പരിഹാരം ഉണ്ടല്ലോ അല്ലെ? മനുഷ്യന്മാരുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്. പരിഹാരം ഇല്ലാത്ത ഒരേ ഒരു കാര്യം ഈ ഭൂമിയിലുള്ളൂ എന്ന് നമുക്കറിയാം അല്ലെ? അതിനൊരു സൊല്യൂഷൻ ഇല്ല. അത് സംഭവിക്കേണ്ട സമയത്ത് മാത്രമേ അതങ്ങനെ സംഭവിക്കും, നമുക്ക് അത് തടയാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമുക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെയുള്ള സൊല്യൂഷൻസ് ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ മാനേജ്മെന്റ് ശ്രദ്ധിക്കണം. അപ്പോൾ they can avoid multiple അപ്പീൽസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ അപ്പീൽസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ സ്ട്രിക്ട് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം അറ്റ് ഈച്ച് ലെവൽ. ഓരോ ലെവലിലും അതായത് ഒരു ഗ്രീവൻസ് ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യുന്നത് പല ലെവലിലായിരിക്കും. എന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും അത് സോൾവ് ചെയ്ത് വരിക. ചിലപ്പോൾ ഒറ്റയടിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചില പ്രശ്നമായിരിക്കില്ല. പക്ഷെ അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ടൈം കൊടുക്കണം. വിതിൻ ദിസ് ടൈം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കുതിച്ചു. സോ ആ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു കാര്യം അത് കമ്മിറ്റിയിൽ, അതായത് റീഡ്രസൽ കമ്മിറ്റിയിലേക്ക് ചെന്നു. സോ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ തന്നെ എടുത്ത പടിക്ക് വേഗം തന്നെ വളം പരിചയമായിട്ട് ചെന്ന് അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ എതിർക്കാനോ അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ, അതിന്റെ ഫാക്ട് എന്താണെന്ന് അന്വേഷിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? അവിടെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതെന്താണ്, അതിന്റെ റീസൺസും അതിന്റെ റൂട്ട്സും അല്ലെ, അതിന്റെ കോസസും ഒക്കെ നമ്മൾ അന്വേഷിക്കണം. സോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അത് അന്വേഷിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ പർട്ടിക്കുലർ ടൈം കൊടുക്കണം. ഇപ്പൊ ഒരു ദിവസത്തിനുള്ളിൽ വേഗം അന്വേഷിച്ച് കാര്യം കണ്ടെത്തും. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കോസ്, വാട്ട് ഈസ് ദ റൂട്ട് കേസ്, അതിന്റെ പ്രധാനമായിട്ട് എന്റെ ആ ഉത്ഭവം എവിടെ നിന്നാണ്, ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കുന്നു. അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കണ്ടെത്താനായിരിക്കാം. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവര് ഒരു ദിവസം കൊണ്ട് കണ്ടെത്തണം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസമായിരിക്കാം. അതിന് എല്ലാ സ്റ്റെപ്പിനും ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ഫിക്സ് ചെയ്യണം. അല്ലാതെ എപ്പോഴെങ്കിലൊക്കെ അന്വേഷിച്ച് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് പരിഹരിക്കാം, ആ രീതിയാവേണ്ടത്. അങ്ങനെ വരുമ്പോ റീഡ്രസൽ കമ്മിറ്റി അതൊരു വലിയ പോരായ്മയാണ് അവരുടെ. മനസ്സിലായോ? അപ്പൊ പ്രിസ്ക്രൈബ്ഡ് ടൈം ഷുഡ് ബി എൻഫോഴ്സ്ഡ് ഫോർ ഈച്ച് ലെവൽ. ഓരോ ലെവലിനും ഓരോ പ്രിസ്ക്രൈബ്ഡ് ടൈം ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. അപ്പൊ അതൊക്കെ പ്രോംപ്റ്റ്നെസ്സിന് ഒരു ഇതാണ്. എന്ന് വെച്ചാൽ എളുപ്പം നമുക്ക് പരിഹരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നടപടികൾ എളുപ്പം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. Then the last one is grievance should be forwarded to the concerned authorities. എന്തെങ്കിലും പരാതിയും വരുമ്പോണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെയാണ് അറിയിക്കേണ്ടത്. എനിക്ക് പരാതിയും വരുമ്പോണ്ടെങ്കിൽ എന്റെ ഒരു കോവർക്കർ, എന്റെ കൊളീഗ്സിനോട് അല്ലെങ്കിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് 2-3 കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട്, അത് നമ്മൾ തമ്മിൽ അങ്ങനെ ഇത് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. should be informed to the concerned authorities. അത് ബന്ധപ്പെട്ട അധികാരികളെ, മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റ്, ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിനെ ആണെങ്കിൽ അവരെ, ട്രേഡ് യൂണിയൻസിന്റെ ലീഡർ ഉണ്ടെങ്കിൽ അവരെ, ആരാണോ അവരെ അറിയിക്കുക. അല്ലാതെ വെറുതെ നമ്മൾ ഇവിടെ കിടന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് പറ്റുമോ, അതിങ്ങനെ ചത്ത കുഴയുന്നവരെ കുഴയില മാത്രമേ ഉണ്ടാവുള്ളൂ. നോ സൊല്യൂഷൻ. നമുക്ക് അതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോട്ടിഫൈഡ് ടു ദം. അവരെയാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ഓക്കെ. അപ്പോഴാണ് പ്രോംപ്റ്റ്നെസ്, അതും പ്രോംപ്റ്റ്നെസ് ആണ്. അപ്പൊ ഈ പ്രോംപ്റ്റ്നെസ് എന്ന് പറയുന്നത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് ഈ പറയുന്ന രീതിയിലാണ്. എങ്ങനെയൊക്കെയാണ്? ഗ്രീവൻസ് ഷുഡ് ബി അഡ്രസ്ഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ്. തുടക്കം തന്നെ ഗ്രീവൻസുകൾ
അത് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിയിരിക്കണം. മൾട്ടിപ്പിൾ അപ്പീൽസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. മൾട്ടിപ്പിൾ അപ്പീൽസ് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. പിന്നെ എന്താ പറയാ, സ്ട്രിക്ട് എൻഫോഴ്സ്മെന്റ് അറ്റ് പ്രിസ്ക്രൈബ്ഡ് ടൈം ഫോർ ഈച്ച് ലെവൽ. ഓരോ ലെവലിലും പ്രിസ്ക്രൈബ്ഡ് ടൈം വെച്ചിരിക്കണം. ലാസ്റ്റ് വൺ, ഗ്രീവൻസ് ഷുഡ് ബി ഫോർവേഡഡ് ടു കൺസേൺഡ് അതോറിറ്റീസ്. ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഗ്രീവൻസുകൾ ഫോർവേഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് പ്രോംപ്റ്റ്നെസ്. അതായത് നമ്മുടെ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് acceptability പറഞ്ഞു, രണ്ടാമത്തേത് promptness. And the next one is legal sanctity. എന്താ ലീഗൽ സാങ്ഷൻ എന്ന് പറയില്ലേ, നിയമപരമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ while we are handling with the grievance redressal procedures, they should also comply with all the existing legislations and also statutory provisions. അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ചില പരാതികളും പരിഭവങ്ങളും ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ നിലവിലുള്ള ചിലപ്പോ എന്താ പറയാ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ നിയമങ്ങൾക്കനുസരിച്ചും ഓർഗനൈസേഷനിലെ നിയമങ്ങൾക്കനുസരിച്ചും വേണം അത് സോൾവ് ചെയ്യാൻ. അവിടുത്തെ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ടായിരിക്കും ഇത് ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നത്. സോൾവ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ആ സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തുമ്പോൾ ഇറ്റ് ഷുഡ് ബി complied with the statutory provisions and also legislations. നിലനിൽക്കുന്ന അവിടുത്തെ നിയമങ്ങൾ, ഓർഗനൈസേഷന്റെ നിയമങ്ങൾക്ക് അടിസ്ഥാനം നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിന് ആയിട്ട് തന്നെ അത് രണ്ടും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടത്. അപ്പോ whatever laws should be followed, എന്തൊക്കെ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം അതെല്ലാം ഫോളോ ചെയ്തിട്ടാണ് ഗ്രീവൻസ് മെഷീനറി പ്രവർത്തിക്കേണ്ടത്. ഗ്രീവൻസ് മെഷീനറി എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം മനസ്സിലായോ? ഗ്രീവൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലോഫുള്ളി, അതുപോലെ തന്നെ ലെജിസ്ലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് പ്രകാരം ഒക്കെയാണ് നമ്മളിത് സോൾവ് ചെയ്യേണ്ടത്. അല്ലാതെ നിയമപരമല്ലാത്ത രീതിയിൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് പാടില്ല. സോ ദ കളക്റ്റീവ് ബാർഗെയിനിങ് ഓഫ് ദ എംപ്ലോയീസ്, അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസിന്റെ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? they may have all the details, അതായത് അവർക്ക് അവരുടേതായ ഡീറ്റെയിൽസ് പ്രകാരം അത് നോക്കി മനസ്സിലാക്കി എന്താ പറയാ ലോസ് പ്രകാരം ലെജിസ്ലേഷൻസ് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് പറയാം ലീഗൽ സാങ്ഷൻ അല്ലെങ്കിൽ ലീഗൽ സാങ്സിറ്റി എന്ന് പറയുന്നത്. അതാണ് നിയമാനുസൃതമായിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ ഗ്രീവൻസ് റീഡ്രസലിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ തന്നെ. ക്ലിയർ ആയോ? ആ പ്രോംപ്റ്റ്നെസ്സിന് 4 പോയിന്റ് ഒന്ന് ടിക്ക് ഇട്ടേക്കണേ. ദെൻ സിംപ്ലിസിറ്റി. ഇനി എന്താ, ഇനി ഗ്രീവൻസ് പ്രൊസീജിയർ നമ്മൾ നടത്തുമ്പോ കുറെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഒരുപാട് ചിലപ്പോ ചിലതൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും, ചിലതിലൊക്കെ കുറിച്ച് കൂടുതൽ സമയം എടുത്തിട്ട് സോൾവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മാത്രമല്ല കുറെ സ്റ്റെപ്സ് ഒക്കെ അതിനകത്ത് നൂലാമാലകളൊക്കെ ഇടാം. ഇപ്പൊ നൂലാമാലകളൊക്കെ ഉണ്ടെങ്കിലും വളരെ ഫിയർ സ്റ്റെപ്സില് അല്ലെങ്കിൽ വളരെ കുറച്ച് എന്താ പറയാ നടപടികൾ സ്വീകരിച്ച് വേഗം ഗ്രീവൻസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഗ്രീവൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും അത് കൃത്യമായിട്ട് ആരുമായി ബന്ധപ്പെട്ടതാണോ അവരിലേക്ക് എത്തിക്കുക. ഓഫീസേഴ്സ്, ബന്ധപ്പെട്ട അധികാരികളും ഓഫീസേഴ്സും ഒക്കെ ഉണ്ടല്ലോ, അത് അവരെ എത്തിക്കുക. എങ്ങനെയൊക്കെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പം കൈമാറുക. അങ്ങനെ ലഘുവാക്കി തീർക്കുക. ഈ റീഡ്രസൽ പ്രൊസീജിയർ വളരെ സിമ്പിൾ ആക്കി തീർക്കുക. അല്ലാണ്ട് ഒരുപാട് ഹാർഡ് സ്റ്റെപ്സ് ഒക്കെ ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് അത് എന്താ പറയാ ഇതാക്കാതെ, ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ആക്കാതെ ഏറ്റവും ഫ്യൂർ സ്റ്റെപ്സിൽ അത് കൺക്ലൂഡ് ചെയ്യുക, അതിനുള്ള പരിഹാരം കണ്ടെത്തുക കേട്ടോ. അപ്പൊ ഗ്രീവൻസ് പ്രൊസീജിയർ മസ്റ്റ് ഹാവ് ഫ്യൂർ സ്റ്റെപ്സ് എന്നാ പറയുന്നത്. കുറച്ച് സ്റ്റെപ്സോടുകൂടി കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി അത് സോൾവ് ചെയ്യാം. എംപ്ലോയീസിന് ഷുഡ് ബി ഇൻഫോംഡ് അബൌട്ട് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾസോ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ടു ദ കൺസേൺഡ് ഓഫീസേഴ്സ്. ബന്ധപ്പെട്ട ഓഫീസർമാരെ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കാം. അതിനാ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? 6 പോയിന്റുകളാണ് ഇമ്പോർട്ടന്റ്. 6 പോയിന്റുകൾ ടിക്ക് ഇടണം. ഓക്കെ, പിന്നെ ഞാൻ അതിന്റെ അകത്ത് പ്രോംപ്റ്റ്നെസ്സിലും ആക്സെപ്റ്റബിലിറ്റിയിലും ആ 3ഉം 4ഉം പോയിന്റ് പറഞ്ഞു, അതും ഇമ്പോർട്ടന്റ് ആണ്. ട്രെയിനിങ്. ഇനി എന്താ, ഈ ഗ്രീവൻസ് പ്രൊസീജിയർ ടു മേക്ക് ഇറ്റ് ഇഫക്റ്റീവ്. ഇങ്ങനെ ഒരു പ്രൊസീജിയർ വളരെ ഇഫക്റ്റീവ് ആകണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? ഈ ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സും, അതുപോലെ തന്നെ അവരുടെയൊക്കെ നേതൃത്വം വഹിക്കുന്ന ട്രേഡ് യൂണിയൻസും, അതുപോലെ തന്നെ അവർ ട്രേഡ് യൂണിയൻസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രത്യേകം അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കണം. എന്ന് വെച്ചാൽ എന്താ, എങ്ങനെയാണ് എംപ്ലോയീസിന്റെ ഇടയിൽ കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അവര് അതിനെ എങ്ങനെ മനസ്സിലാക്കണം, അതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ
supervisors as well as the trade union representatives. ട്രേഡ് യൂണിയൻ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ, എലക്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സൂപ്പർവിഷൻ നടത്തുന്നവര്, എംപ്ലോയീസിനെയൊക്കെ അവരുടെ പെർഫോമൻസ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുന്നവര്, ഇവരൊക്കെ കറക്റ്റ് ആയിട്ട് അവരുടെ ജോലികൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും ഒക്കെ വേണ്ട സമയങ്ങളിൽ കൊടുക്കുക. എന്നാലേ നമ്മുടെ ഗ്രീവൻസ് പ്രൊസീജിയർ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ട്രെയിനിങ് ഇല്ലാണ്ട് സൂപ്പർവൈസർമാര് പോയിട്ട് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിന്റെ ഇടയിലുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ തീർക്കാൻ അവരെ സൂപ്പർവൈസ് ചെയ്യാൻ വിട്ടു. അവരങ്ങോട്ട് പോകുന്നു, എന്താ ഇപ്പൊ ഞങ്ങൾ ചെയ്യേണ്ടത്? സൂപ്പർവൈസ് ചെയ്തു, കുഴപ്പമില്ലല്ലോ, എല്ലാവരും ജോലിയൊക്കെ ചെയ്യണ്ടല്ലോ. ഓക്കെ, പക്ഷെ യഥാർത്ഥത്തിൽ അതിനകത്ത് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള പെർഫോമൻസ് ലെവൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുന്നില്ല, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ സൂപ്പർവൈസേഴ്സിന് വേണ്ടേ? സോ അവർക്ക് അതിന്റെ കേപ്പബിലിറ്റി വേണം. സോ ആ കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ട്രെയിനിങ് ക്ലിയർ ആയോ? ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ മറ്റൊരു എസെൻഷ്യൽ, ഏറ്റവും അത്യാവശ്യം വേണ്ട മറ്റൊരു കാര്യമാണ് ട്രെയിനിങ്. ആർക്ക് ട്രെയിനിങ്? സൂപ്പർവൈസേഴ്സിനും ട്രേഡ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സിനും. ക്ലിയർ ആണോ? Then and the last one, after making all the solutions, നമുക്കറിയാം ഇങ്ങനെ നമ്മൾ ഓരോ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി, അത് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തി കൊടുത്തു. ആൻഡ് കണ്ടെത്തി കഴിയുമ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? എംപ്ലോയീസ് ഫ്രീ ആയി. That means they have to do their work properly, അല്ലെ? Promptly. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? അവരവരുടെ ജോലിയൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യും. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വന്നതിന് ശേഷം ഈ സൊല്യൂഷൻ ഒക്കെ കൊടുത്ത് അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരമൊക്കെ കണ്ടെത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? പിന്നീടുള്ള അവരുടെ ജോലികൾ എങ്ങനെയുണ്ട് അതൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. അതാണ് ഫോളോ അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ആഫ്റ്റർ മേക്കിംഗ് ദ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആഫ്റ്റർ ടേക്കിംഗ് ദ സൊല്യൂഷൻസ് എംപ്ലോയീസ് ഹാവ് ടു ബി ഫോളോഡ് അപ്പ്. അവരുടെ അപ്ഡേഷൻസ്, അവരെങ്ങനെ ജോലി ചെയ്യുന്നു, അതൊക്കെ എന്ത് ചെയ്യണം? കൂടുതൽ കൂടുതൽ സമയാസമയങ്ങളിൽ അവര് നടത്തിക്കൊണ്ടിരിക്കണം, ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് ദം മോർ ഇഫക്റ്റീവ്, അവരെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി. എന്നുവെച്ചാൽ നമ്മൾ സോൾവ് ചെയ്തു, പ്രശ്നമൊക്കെ പരിഹരിച്ചു, ഓക്കെ ശരി ബൈ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോന്നു. മാനേജ്മെന്റും സൂപ്പർവൈസേഴ്സും ഒന്നും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം എന്താ? ഓൾറെഡി അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചല്ലോ. ഇപ്പൊ നമ്മളെല്ലാവരും ഹാപ്പിയാണ്, വർക്കേഴ്സ് ഒക്കെ ഹാപ്പിയാണ്, അവർക്ക് ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല എന്നല്ല. പിന്നീട് ഉള്ള അവരുടെ മാറ്റങ്ങൾ, അവരുടെ പെർഫോമൻസ് ലെവൽ ആയിക്കോട്ടെ, അവരുടെ ഓർഗനൈസേഷനോടുള്ള ഒരു റിലേഷൻ ആയിക്കോട്ടെ, ഓൾ ദീസ് തിങ്സ് ഹാവ് ടു ബി ചേഞ്ച്. തീർച്ചയായിട്ടും അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാണ്. അതെങ്ങനെ അറിയും മാറ്റം വന്നോന്ന്? അത് നമ്മൾ ഫോളോ അപ്പ് നടത്തണം. ക്ലിയർ ആയോ? The procedure of grievance must be regularly reviewed. റെഗുലർ ആയിട്ട് എന്താ പറയാ, അടിക്കടി എന്ത് ചെയ്തണം? നമ്മൾ റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം. മോഡിഫിക്കേഷൻസ് വേണ്ടവർക്ക് മോഡിഫിക്കേഷൻസ് വരുത്തണം. ഓക്കെ, ടൈം ടു ടൈം അവരെ കൂടുതൽ കൂടുതൽ ഫോളോ അപ്പ് ചെയ്താൽ മേക്ക് ദം കൂടുതൽ എഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ എസെൻഷ്യൽസ് 6 പറഞ്ഞ acceptability, promptness, legal sanctity, simplicity, training and follow up. ക്ലിയർ ആണല്ലോ? പോയിന്റുകൾ അങ്ങനെ 6 പഠിച്ചു വെക്കണം. എക്സ്പ്ലനേഷൻ വായിച്ചൊക്കെ നോക്കുക. ഓക്കെ, എന്താണ് എക്സ്പ്ലനേഷൻ കൊടുത്തേക്കണേന്ന്, എന്താണ് അതിനകത്ത് അവർ ഉദ്ദേശിക്കണേന്ന് നമ്മൾ ബാക്കി സെന്റൻസ് വായിച്ചു നോക്കിയാൽ മതി. അടുത്തത് ഇനി what are the advantages or benefits of grievance redressal procedure? ഈ grievance redressal procedure-ന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് ഇങ്ങനെ ഒരു പ്രൊസീജിയർ നടത്തുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണമില്ലാത്ത കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ ഗുണങ്ങൾ ഉണ്ട് എങ്കിലാണ് തീർച്ചയായിട്ടും നമുക്കത് ചെയ്യേണ്ടത്. സോ ഹൗ ഇറ്റ് മേക്സ് അഡ്വാൻറ്റേജസ്, എങ്ങനെ ഒരു ഓർഗനൈസേഷന് അത് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നു ഇങ്ങനെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ? എന്തൊക്കെ നേട്ടങ്ങളുണ്ട്? സോ ഫസ്റ്റ് വൺ എന്താ? ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഗ്രീവൻസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ് ആൻഡ് ഓൾസോ ദേ ക്യാൻ ടേക്ക് റെമഡിയൽ ആക്ഷൻസ് അക്കോർഡിംഗ് ടു ഇറ്റ്. എന്ത് ചെയ്യാം? ഈ ഇങ്ങനെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയിലുള്ള പലതരത്തിലുള്ള ഇഷ്യൂസ്, ഗ്രീവൻസ് ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യും? മാനേജ്മെന്റിന്റെ അടുത്തേക്ക് എത്തും, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ മുന്നിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ മുന്നിൽ എത്തിയാൽ അത് എന്ത് പറ്റും? നമുക്കതിന് പരിഹാര മാർഗങ്ങളും സ്വീകരിക്കാൻ പറ്റും. റെമഡിയൽ മെഷേഴ്സ് അല്ലെങ്കിൽ റെമഡിയൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരിഹാരത്തിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താ? അങ്ങനെ ഒരു കമ്മിറ്റിയില്ല, അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ പരാതി ഇങ്ങനെ മനസ്സിൽ തോണ്ട് തന്നെ നടത്തും. ചെയ്യുന്ന ജോലിയിൽ അത് എന്നിട്ട്
പ്രതിഫലിപ്പിക്കും. എന്ന് വെച്ചാൽ എന്താ, മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ല, കുഴപ്പമൊന്നു, തോന്നിയ സമയത്ത് വരുന്നു, തോന്നിയ സമയത്ത് പോകുന്നു, ഇതൊക്കെ കുഴപ്പങ്ങളിലേക്ക് നീങ്ങും അല്ലെ. ലേസി ആയിട്ടുള്ള മടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എംപ്ലോയീസിനെ കൊണ്ടെത്തിക്കും. അപ്പൊ എന്ത് പറ്റും, ഓർഗനൈസേഷന് എംപ്ലോയീസിൽ നിന്ന് കിട്ടേണ്ട മാക്സിമം റിസൾട്ട് കിട്ടാണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കും, ഡെവലപ്മെന്റ് പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും, ഗുഡ് വില്ലിനെ ബാധിക്കും, ആകെ നശിഞ്ഞ് ഇതായി പോകും അല്ലെ. അപ്പൊ ഇതെല്ലാം ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം, ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഓർഗനൈസേഷനിൽ മസ്റ്റ് ആണ്. കുഞ്ഞു ഓർഗനൈസേഷനില്ല, ഒരു അവറേജ് സൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനൊക്കെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ മസ്റ്റ് ആണ്. നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുന്നതനുസരിച്ച് ഇങ്ങനെ ഒരു സിസ്റ്റം എന്തായാലും വേണം. അപ്പൊ എന്ത് പറ്റും, അവരുടെ പരാതികളും പരിഭവങ്ങളും മാനേജ്മെന്റിന്റെ മുമ്പിലെത്തും, മാനേജ്മെന്റ് അതിനുള്ള പരിഹാര മാർഗം സ്വീകരിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് മനസ്സിലായോ? മനസ്സിലായോ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്? യെസ്, ഓക്കെ. സെക്കൻഡ് വൺ എന്താ, ടൈംലി ഇന്റർവെൻഷൻ ബൈ ദ മാനേജ്മെന്റ് പ്രിവെന്റ്സ് മൈനർ ഗ്രീവൻസസ്. അതായത് ആ കൃത്യമായ ഒരു ഇടപെടല്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ഗ്രീവൻസ് ഇഷ്യൂസ്, അത് എംപ്ലോയീസിന്റെ ഇഷ്യൂസും കംപ്ലൈന്റുകളൊക്കെ മാനേജ്മെന്റിന് മുന്നിലെത്തും. അങ്ങനെ വരുമ്പോ മുന്നിലെത്തുക എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇടപെടും. അപ്പൊ കൃത്യമായ സമയത്തുള്ള മാനേജ്മെന്റിന്റെ ഇടപെടല് നമ്മളുടെ ഈ ചെറിയ ചെറിയ ഗ്രീവൻസുകളൊക്കെ എന്ത് ചെയ്യാം, കുറയ്ക്കാനും ഇല്ലാതാക്കാനും, അത് വലിയ ഡിസ്പ്യൂട്ട്സിലേക്ക്, വലിയ തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതൊരു നേട്ടമല്ലേ അല്ലെ. എത്രയും പെട്ടെന്ന് മാനേജ്മെന്റിന്റെ മുമ്പിൽ ഇത്തരം കംപ്ലൈന്റുകൾ എത്തുന്നത് കൊണ്ട് എന്ത് പറ്റും, ചെറിയ ഇഷ്യൂസ് ഇല്ലാതാകും. അത് വലിയ തർക്കങ്ങളിലേക്ക് പോകാതെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് അത് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതും മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആണോ നോക്കിയേ, സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ടൈംലി ഇന്റർവെൻഷൻ ബൈ ദ മാനേജ്മെന്റ് പ്രിവെന്റ്സ് മൈനർ ഗ്രീവൻസസ് ഫ്രം അസ്യൂമിങ് ബിഗ് പ്രൊപ്പോർഷൻസ്. വലിയ ഇഷ്യൂസിനെ അത് ഇല്ലാതാക്കാനും, അതുപോലെ തന്നെ വലിയ തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാനും പോകാതിരിക്കാനും ഒരു ചാൻസ് അല്ലെ. ടൈം ബിക്കമിങ് എ ഡിസ്പ്യൂട്ട്, വലിയ തർക്കമാകാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നു. മനസ്സിലായല്ലോ? പോയിന്റ് വായിച്ചു നോക്കിയിട്ട് കുഴപ്പമുണ്ടോ? 1-2 പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. പറഞ്ഞോട്ടെ, മൂന്നാമത്തെ പോയിന്റ് വായിച്ചൊന്ന് നോക്കിയേക്കട്ടാ. നിങ്ങളും നിങ്ങളുടെ കണ്ണുകൊണ്ടൊന്ന് വായിച്ചു നോക്കിയേക്കാം. Then next one എന്താണ്? It provides formalized outlet to the employee psychological relief. അതായത് ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റുകളൊക്കെ നമ്മൾ ഇല്ലാതാക്കുമല്ലോ. അപ്പൊ ഒരു ആളുകളുടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില മെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ചിലപ്പോ എന്തെങ്കിലും തൃപ്തിക്കുറവ് വരിക, കാരണം ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഓർഗനൈസേഷനിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാനേജ്മെന്റ് അറിഞ്ഞിട്ട് അതിന് സൊല്യൂഷൻസ് തന്നു. അപ്പൊ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള മനസ്സിന്റെ ഉള്ളിലുള്ള ആ സംതൃപ്തിക്കുറവിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ ആ പ്രശ്നം പരിഹരിച്ച് കിട്ടി. അപ്പൊ നമുക്ക് എന്തായി, നമ്മൾ മെന്റലി നമ്മൾ ഓക്കെ ആയി, കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് അവിടെ കിടന്ന് നമുക്ക് മെന്റൽ ഡിസാറ്റിസ്ഫാക്ഷൻ അവിടെ കൂടി മാനസികമായിട്ടുള്ള തൃപ്തിക്കുറവുകളൊക്കെ ഉണ്ടായി അവിടെ കിടന്ന് ചിലപ്പോൾ വലിയ പല കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഒരു നല്ലൊരു ഗ്രീവൻസ് സിസ്റ്റം ഉണ്ടെങ്കില് എന്ത് ചെയ്യാം, നമ്മുടെ ഇമോഷണൽ ഫീലിങ്സിനെ, നമ്മുടെ ഇമോഷൻസിനെ ഒക്കെ കുറെയൊക്കെ റിലീസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ഉള്ളിൽ ചിലപ്പോ മാനേജ്മെന്റിന്റെ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന പരാതികൾ ഇങ്ങനെ കിടക്കാണ് മനസ്സിലാകുന്നത്. അപ്പൊ അവർക്കെതിരെ പ്രവർത്തിക്കണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ കുറെ വേണ്ടാത്ത ബാഡ് ചിന്തകളൊക്കെ നമുക്ക് വന്നുകൂടാൻ സാധ്യതയുണ്ട്. ഈ എംപ്ലോയീസിന് വരാൻ സാധ്യതയുണ്ട്. അവരോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചിലതിൽ എന്തിലേക്ക് പോകും, വലിയ മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങളിലേക്ക് പോകും. അത് ചിലപ്പോൾ വേറെ എന്തിലെങ്കിലും നയിക്കാനിടയുണ്ട്. പക്ഷെ ഒരു നല്ല റിഡ്രസൽ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇത്തരം ഇമോഷണൽ ഫീലിങ്സിനൊക്കെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് വർക്കേഴ്സിന് സാധിക്കും. മാത്രമല്ല, ദേ ഫീൽ ദാറ്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു മനസ്സിലൊരു തോന്നൽ ഉളവാക്കാം. ദാറ്റ് മീൻസ് എന്താ, ദേ ഗെറ്റ് സം ഇമോഷണൽ സപ്പോർട്ട് ഫ്രം ദ പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു വൈകാരികമായ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഒരു ഉറപ്പ് കൂടി കൊടുക്കുന്നതാണ് ഇത്. എന്നുവെച്ചാൽ എന്താ, ഇപ്പൊ ഗ്രീവൻസുകൾ ഉണ്ടായി, എംപ്ലോയീസിന്റെ ഇടയിൽ പരാതികൾ ഉണ്ടായി, ആ പരാതികളൊക്കെ എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റിനെ അറിയിക്കുന്നു. അവരൊക്കെ കൃത്യസമയത്ത് ഇടപെട്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ നേടിക്കൊടുക്കുന്നു. ഉദാഹരണം, നമ്മളെല്ലാവരും കൂടി എന്തെങ്കിലും പരാതിയുണ്ട്, മാനേജ്മെന്റിനെ നമ്മൾ അറിയിക്കുന്നു. മാനേജ്മെന്റിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളുണ്ട്,
So you have to solve it as soon as possible. എന്തെങ്കിലും അതിനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള ചില കാര്യങ്ങൾ പറയണം, ചെയ്യണം എന്ന് പറയുകയാണ്. അതിന് വേണ്ട ആക്ഷൻ എടുക്കാൻ പറയുന്നു. അവരത് ടൈമിലി അത് ഇടപെടുന്നു, അത് നമുക്ക് സോൾവ് ചെയ്ത് തരുന്നു. അപ്പൊ നമുക്കൊരു ഫീലിംഗ് വരില്ലോ, എന്ത് വരും? കണ്ടോ, നമ്മൾ ആ കാര്യം പറഞ്ഞപ്പോ അവരത് അതൊരു വലിയ കാര്യം തന്നെയായിട്ട് എടുത്തു. അത് നമുക്ക് അതിന് സൊല്യൂഷൻസ് തന്നു. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, നമുക്കൊരു സപ്പോർട്ട്, നമ്മുടെ ഇമോഷൻസിന് ഒരു സപ്പോർട്ട് അവർ തരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതേസമയം നേരെ മറിച്ചാണെങ്കിലോ, നമ്മൾ ഇതൊക്കെ പറഞ്ഞു, അറിയിച്ചു മാനേജ്മെന്റിന്, ആൻഡ് വി ആർ നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻസ് അഗൈൻസ്റ്റ് ഇറ്റ്. അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, അതിനൊരു സൊല്യൂഷൻസ് കണ്ടെത്തി തരുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നും? ഓ, എന്ത് പറഞ്ഞിട്ടും നമുക്കൊരു സപ്പോർട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് ഒരു അനുകൂലമായ അല്ലെങ്കിൽ നമ്മൾക്ക് ഫേവർ ചെയ്യുന്ന രീതിയിൽ ഒരു പരിഹാര മാർഗം നമുക്ക് തന്നില്ല. അപ്പൊ ആ മനസ്സിൽ ആ ഫീലിംഗ് അങ്ങനെ തന്നെ നടന്നു. അത് കൂടി വീണ്ടും വീണ്ടും അവിടെ കിടന്ന് പെരുകി പെരുകി വൈരാഗ്യമാകാം, വെറുപ്പാകാം, വിദ്വേഷമാകാം, അങ്ങനെ കുറെ സാധനമൊക്കെ ആയിട്ട് പുറത്തു വരും. ചിലർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് എന്താകും ഫിസിക്കൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമ്മളുടെ എന്താ പറയാ ഇമോഷണൽ സെക്യൂരിറ്റി നമുക്ക് ഉറപ്പുവരുത്താം. നമ്മുടെ ഫീലിങ്സിന്റെ ഒരു സുരക്ഷിതത്വം നമുക്ക് ഇതാക്കാൻ പറ്റും. കാരണം സപ്പോർട്ട് ഫ്രം ദ മാനേജ്മെന്റ്, അവരുടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു തോന്നല്. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇവിടെ തമ്പിടുന്ന ആൾക്കാരെ പോയാ അവിടെ ഉണ്ട്. തമ്പിടുന്ന ആളുകൾ കുറച്ചുപേരെ ഇടണ്ടായിരുന്നു, അതുകൊണ്ട് അവരുടെ ഇത് നോക്കി നിന്നതാ. ദെൻ അടുത്തത് എന്താണെന്ന് നോക്കിയേ, ഒരു ഇഫക്റ്റീവ് വർക്കിംഗ് എൻവയോൺമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിന്റനൻസ് ഓഫ് കൺഡ്യൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ്. കൺഡ്യൂസീവ് വർക്കിംഗ് മീൻസ് ഇഫക്റ്റീവ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്നർത്ഥം. അതായത് വർക്കിംഗ് എൻവയോൺമെന്റിന്റെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം, ചുറ്റുപാടൊക്കെ നമുക്ക് വളരെയധികം എന്താ പറയാ ഫേവറബിൾ ആയിരിക്കണം, അനുകൂലമായിരിക്കണം. നമ്മൾ ജോലി ചെയ്യുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കോവർക്കേഴ്സ്, അവരിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നിന്നോ മറ്റെല്ലാം അനുകൂലമായ സാഹചര്യങ്ങൾ അല്ല, പ്രതികൂലമായ സാഹചര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ജോലി ചെയ്യുന്നു, ഒരു ഇരുട്ട് മുറിയിൽ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നു, ഫാൻ ഇല്ല, കണ്ടോ, ഞങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടേതായ അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയാ പരാതികളാകാം, എല്ലാ എംപ്ലോയീസും പരാതിപ്പെടാം. എന്നിട്ട് അതൊക്കെ പരിഹരിച്ച് തരുന്നില്ല, വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരുന്നു. കണ്ടോ, അതൊക്കെ എന്താ പറയാ നമ്മുടെ വർക്കിങ്ങിനെ, നമ്മുടെ പെർഫോമൻസിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആക്കി തരുമ്പോ അത് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് തന്നെയാണ് നമുക്ക് തരിക. നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു എന്താ പറയാ ആവേശം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഇൻഡ്യൂഷൻ, ഇതൊക്കെ മോട്ടിവേഷൻ ഒക്കെയാണ് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ്. അപ്പൊ അതും ഒരു ഇതുകൊണ്ടുണ്ടാകുന്ന ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ഒക്കെ ഓക്കെയാണ്, നല്ലതാണെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് grievance redressal procedure facilitates the establishment and maintenance of conducive working environment. Means effective working environment. നല്ല effective ആയിട്ടുള്ള working environment ആയിരിക്കും grievance redressal procedure കൊണ്ട് ഉണ്ടാകുക. നാലാമത്തെ പോയിന്റ് മനസ്സിലായോ? Okay, and fifth one, the management can identify the attitude and the feelings of the employees regarding the organization's rules and policies. അതായത് ഇപ്പൊ ഗ്രീവൻസ് റിഡ്രസൽ ഒരു പ്രൊസീജിയർ ഉള്ളതുകൊണ്ട് മാനേജ്മെന്റിന് ബോധ്യപ്പെടുത്താൻ പറ്റും ആരെ, എംപ്ലോയീസിനൊക്കെ ഈ ഓർഗനൈസേഷനിലെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഇല്ലതാണ്, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, അല്ലെ? ഇതൊക്കെ ആ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് അവർക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഫീലിംഗ്, എംപ്ലോയീസിന്റെ ഫീലിംഗ് എന്താണ്, അവർക്ക് കൊടുത്തിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരുടെ മനോഭാവം കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇനി എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ പോളിസീസിൽ കൊണ്ടുവരുമ്പോ അപ്പോഴുള്ള അവരുടെ മനോഭാവം, ഇതൊക്കെ കണ്ടെത്താനും മാനേജ്മെന്റിന് പറ്റും. ചില ഗ്രീവാൻസുകൾ ഉണ്ടാകുന്നതേ, ചില പരാതികളും പരിഭവങ്ങളും ഉണ്ടാകുന്നത് ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു, ചിലപ്പോൾ പുതിയ നിയമം കൊണ്ടുവരുമ്പോ എന്താ പറയാ എംപ്ലോയീസിന് അത് ആക്സെപ്റ്റബിൾ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ആഴ്ച മുതൽ അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ നമ്മൾ ഓർഗനൈസേഷന്റെ എന്താ പറയാ ഈ ടൈമിങ്, എംപ്ലോയീസിന്റെ ടൈമിങ്ങിൽ ഒരു മാറ്റം വരുത്താണ്, പെട്ടെന്ന് ഒന്ന് പറയാണ് അടുത്ത മാസം മുതൽ എന്ന് പറയുന്നു.
അപ്പൊ ഇപ്പൊ നമുക്കറിയാം 10, 12 അല്ലെങ്കിൽ 20 ദിവസം കൂടി ഉള്ളൂ ഈ മാസം തന്നെ, അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ ഒരു വലിയ നമുക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു പോളിസി കൊണ്ടുവരാം. അടുത്ത മാസം മുതൽ നമ്മൾ ഇങ്ങനെ ഒരു പോളിസി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്ന് എംപ്ലോയീസിനൊക്കെ അറിയിക്കുകയാണ്. അപ്പൊ തന്നെ എന്തായിരിക്കും, എംപ്ലോയീസിന് ചിലപ്പോൾ അത് അത്രയധികം എളുപ്പം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പോളിസി അല്ല എങ്കിൽ അവരുടെ ഇടയിൽ എന്തുണ്ടാകും, കംപ്ലൈന്റുകൾ ഉണ്ടാവും, പരാതി ഉണ്ടാവും അല്ലെ. അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല, അപ്പൊ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ വരും. അപ്പൊ അതെന്ത് ചെയ്യും, മാനേജ്മെന്റിനെ നമുക്ക് അത് ഗ്രീവാൻസ് ആയിട്ട് നമ്മൾ പറയും. അങ്ങനെ വരുമ്പോൾ അവരുടെ ആ പോളിസീസിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ, ഹൗ ദ എംപ്ലോയീസ് ആക്സെപ്റ്റ്, എങ്ങനെ അത് സ്വീകരിക്കും, അവരുടെ ഫീലിങ്സ്, ഇതൊക്കെ അറിയാനും എന്ത് പറ്റും, മാനേജ്മെന്റിന് സാധിക്കും. അതാണ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ, മനസ്സിലായോ? ഹലോ. And the last one, ആറാമത്തെ പോയിന്റ്, it closely monitors arbitrary management actions. ഇനി നമ്മളുടെ എന്താ പറയാ, ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു നേട്ടമാണ് മോണിറ്റേഴ്സ് ആർബിട്രറി മാനേജ്മെന്റ് ആക്ഷൻസ്. ആർബിട്രറി മാനേജ്മെന്റ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, മാനേജ്മെന്റിന്റെ ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എങ്ങനെയുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കുന്നത്, ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കണം. എന്ന് വെച്ചാൽ എന്താ, ആരോടും പക്ഷപാതമില്ലാതെ, ഏകപക്ഷീയം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിഹാര മാർഗമാണോ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും, എന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ദ മാനേജ്മെന്റ് ക്യാൻ നോ ദെയർ ആക്ഷൻസ്. അവർ കൊണ്ടുവരുന്ന പുതിയ പുതിയ നടപടികൾ അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് ബി ചിലപ്പോ എന്താ പറയാ കൂടുതൽ വ്യക്തമായിട്ട് അവര് എന്താ പറയാ പല രീതിയിലും സ്ക്രൂട്ടിനൈസ് ചെയ്ത് നിരീക്ഷിച്ച് മനസ്സിലാക്കിയൊക്കെ ആയിരിക്കാം. സോ ആൻഡ് ദേ വിൽ ബി മോർ കോഷ്യസ് ടു ടേക്ക് സം ഡിസിഷൻസ്. അങ്ങനെ വരുമ്പോ അവരവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ, കാരണം മാനേജ്മെന്റ് എന്ത് തീരുമാനം എടുക്കുന്നു, ഏകപക്ഷീയമായ തീരുമാനം തന്നെയാണോ എടുത്തേക്കണെന്ന് എംപ്ലോയീസും അറിയേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അവര് നോക്കും, എല്ലാവരും മാനേജ്മെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം എല്ലാവരെയും ന്യായമായ രീതിയിലാണോ, എല്ലാവർക്കും നീതിയും ന്യായം ഉറപ്പാക്കുന്ന ഒരു തീരുമാനമാണോ എടുത്തേക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അവരുടെ ഡിസിഷൻ എടുക്കുന്നതിലും വളരെയധികം കോഷ്യസ് ആയിരിക്കും, ഭയങ്കര ശ്രദ്ധയുള്ളവരായിരിക്കും. എന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ഫേവർ ചെയ്തൊക്കെ സൊല്യൂഷൻസ് കൊണ്ടുവന്നാൽ എംപ്ലോയീസ് സമ്മതിക്കില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആക്ഷൻസ് എടുക്കുമ്പോൾ they will be more cautious. വലിയ ശ്രദ്ധയോടെ ആയിരിക്കും അതിനുള്ള ആക്ഷൻസ് അവര് എടുക്കുക, തീരുമാനങ്ങൾ എടുക്കുക. ക്ലിയർ ആയോ? ആറാമത്തെ പോയിന്റില്, ഇറ്റ് ക്ലോസ്ലി മോണിറ്റേഴ്സ് ആർബിട്രറി മാനേജ്മെന്റ് ആക്ഷൻസ്. മാനേജ്മെന്റിന്റെ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങള് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് നോ ദാറ്റ് ഹിസ് ആക്ഷൻസ് ക്യാൻ ബി സ്ക്രൂട്ടിനൈസ്ഡ് ആൻഡ് ചലഞ്ച്ഡ്. മാനേജർമാരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം നിരീക്ഷിക്കുകയും ചിലപ്പോ ആളുകൾ ചലഞ്ച് ചെയ്യുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്ത് പറ്റും, ഹി ഓർ ഷീ, ആരാണോ മാനേജ്മെന്റ്, വിൽ ബി മോർ കോഷ്യസ് വൈൽ കമ്മിങ് ടു എ ഡിസിഷൻ. ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പേ അവർ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. ആക്ഷൻ എടുത്തപ്പോ എനിക്ക് ഫേവറബിൾ ആയിട്ട്, ഇപ്പൊ ഏതായാലും ടീച്ചർക്ക് ഫേവറബിൾ ആയിട്ട് നമുക്ക് പറയാം ഒരു സൊല്യൂഷൻ, ശരി അങ്ങനെ എടുക്കാം, ബാക്കിയുള്ളവരെ വിട്ടേക്ക്, അങ്ങനെയാണോ? അല്ല, എല്ലാ എംപ്ലോയീസിനെയും ഫേവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് പ്രേരിപ്പിക്കുന്നു മാനേജേഴ്സിനെ. അത് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ. ക്ലിയർ ആണോ? 6 അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? 6 പോയിന്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാമോ? പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന ഭാഗം മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അഡ്വാൻറ്റേജസിന്റെ ഫുള്ള് സെന്റൻസ് ആയിട്ട് വേണ്ട, ഒന്ന് ഷോർട്ട് ആക്കി ചെറുത്. അഡ്വാൻറ്റേജസിൽ വരുന്നത് ഏതാണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജസിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെ വരും എന്നൊക്കെ ചോദിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. പറയാം, പക്ഷെ വായിച്ചു.
വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ. മാം അഞ്ചാമത്തെ പോയിന്റ് ഒന്നും കൂടെ പറഞ്ഞു തരാവോ? അഞ്ചാമത്തെ പോയിന്റ്, see it helps the management to identify the attitudes and feelings of employees ന്റെ എന്താ പറയാ ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ, പോളിസീസ്, അവരുടെ പോളിസീസ് ഒക്കെ എങ്ങനെയാണ് എംപ്ലോയീസ് ഏറ്റെടുത്തിരിക്കുന്നത്, ആ പോളിസീസുമായി ബന്ധപ്പെട്ട എംപ്ലോയീസിന്റെ ഫീലിങ്സ്, അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവവും അവരുടെ ഫീലിങ്സും. അതായത് ഓർഗനൈസേഷൻ കുറെ പോളിസീസ് കൊണ്ടുവരുമ്പോൾ മിക്കതും നമ്മുടെ എംപ്ലോയീസിന് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ ചില പോളിസീസ് അത് വേണോ, അങ്ങനെ ഒരു പോളിസി വേണോ, അങ്ങനെ ഒരു ചിന്ത വരുന്ന ചില പോളിസീസ് ഉണ്ടായിരിക്കും. പക്ഷെ ആ പോളിസീസ് ഒക്കെ അവരെങ്ങനെ എടുക്കുന്നു, ഏത് രീതിയിലാണ് ആ പോളിസിയോടുള്ള അവരുടെ മനോഭാവം, അത് മനസ്സിലാക്കാനായിട്ട് മാനേജ്മെന്റിന് പറ്റുന്നു. കാരണം എന്താ, ഇപ്പൊ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ഓർഗനൈസേഷനിലുണ്ട്. അതില് ചിലത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ തോന്നുകയാണ്, അത് വേണോ, അത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പോളിസി നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരണം എന്ന് നമ്മൾ കുറച്ച് എംപ്ലോയീസ് കൂടി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പൊ കണ്ടോ എന്റെ ഫീലിംഗ് അല്ലെങ്കിൽ നമ്മളുടെ മനോഭാവം ഓർഗനൈസേഷൻ പിടികിട്ടി. കാരണം എന്താ, അതത്ര അക്സെപ്റ്റബിൾ അല്ല എംപ്ലോയീസിന് എന്ന് മനസ്സിലായോ? അപ്പൊ മാനേജ്മെന്റിന് അറിയാൻ പറ്റും, എന്തറിയാൻ പറ്റുമെന്ന്, എംപ്ലോയീസിന്റെ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഓർഗനൈസേഷണൽ പോളിസി. ഓർഗനൈസേഷന്റെ നയങ്ങള് എത്രത്തോളം ആ എംപ്ലോയീസ് അത് ഉൾക്കൊള്ളുന്നു, അതുമനുസരിച്ച് അവരുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ മാനേജ്മെന്റിന് പറ്റും. അത് എന്തുകൊണ്ടാണ്, അപ്പൊ തന്നെ റിഫ്ലക്ട് ചെയ്യും. ഇത് പറ്റൂല, അത് വേണ്ട, ഇത് ഇങ്ങനത്തെ ഒരു പോളിസിയുടെ ആവശ്യമില്ല, ബാക്കിയെല്ലാം ഓക്കെ, നന്നായിട്ടുണ്ട്, പെർഫെക്റ്റ് പോളിസീസ് ആണ് കൊണ്ടുവന്നേക്കണേ, പക്ഷെ ഇത് നമുക്ക് പറ്റില്ല എന്നുള്ളത് അവരുടെ മനോഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. അതെങ്ങനെയാ, അത് അവർ റിഫ്ലക്ട് ചെയ്യും, അത് കാണിക്കും, പ്രകടിപ്പിക്കും, അത് പറ്റില്ല, അപ്പൊ അത് ഗ്രീവൻസിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഇവർക്കത് സ്വീകാര്യമാകാത്ത പോളിസിയാണ്. ക്ലിയർ? മനസ്സിലായില്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ്, നമുക്കറിയാം എന്തിനും ഗുണം ഉണ്ടെങ്കിലും അതിനൊരു മറുവശമുണ്ട്, ദോഷം ഉണ്ടായിരിക്കും. അപ്പൊ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് വേഗം ഒന്ന് പറയാം. സിമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ വേഗം പറഞ്ഞു പോകണേ. അഡ്വാൻറ്റേജസിലാണ് കുറച്ച് സെന്റൻസ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് മാത്രം. ഒന്ന്, ഈ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. പല നടപടികൾ സ്വീകരിക്കണം, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടായിരിക്കും, ചിലത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും സോൾവ് ചെയ്യാൻ. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ്സ് എ ലെങ്തി ആൻഡ് കോസ്റ്റ്ലി പ്രൊസീജിയർ. തീർച്ചയായിട്ടും ഗ്രീവൻസുകളെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ നീണ്ട ഒരു പ്രൊസീജിയറുമാണ്, ഇച്ചിരി ചെലവ് കൂടിയതുമാണ്. ഓക്കെ, ചിലതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ ചിലപ്പോ തലമുകയേണ്ടി വരും, അല്ലെ, കുറെ സമയം കളയേണ്ടി വരും, പൈസയും ചെലവാക്കേണ്ടി വരും. മനസ്സിലായോ? അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്, ഒരു ദോഷം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇനി എന്താ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത്, സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഇല്ല. എന്തിന്? ഈ ഗ്രീവൻസിനെ ഹാൻഡിൽ ചെയ്യാൻ. പരാതികൾ എംപ്ലോയീസിന്റെ ഇടയിലുണ്ടായ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റിയ സ്കിൽഡ് ആയിട്ടുള്ള ജോലിക്കാരില്ല, പ്രൊഫഷണൽസ് ഇല്ല. ഇപ്പൊ ഓരോ സ്റ്റേജിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരിക്കും. ആ ഓരോ സ്റ്റേജിലും ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യാനുള്ള കഴിവുള്ള, എക്സ്പീരിയൻസ് ഉള്ള, ഒത്തിരി ഇഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ജോലിക്കാരെ കിട്ടാറില്ലാത്തതും മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് പ്രൊസീജിയറിന്റെ. മനസ്സിലായല്ലോ? രണ്ടാമത്തെ, ലാക്ക് ഓഫ് പീപ്പിൾ സ്കിൽ ടു ഡീൽ വിത്ത് ഗ്രീവൻസസ് അറ്റ് എവറി സ്റ്റേജ്. ദെൻ ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ്. ഇനി എല്ലാ ഓർഗനൈസേഷനും ഒരു പ്രത്യേക രീതിയിൽ ഒരു ഫോർമുല പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഓരോ പ്രശ്നത്തെയും പരിഹരിക്കാനായിട്ട്. ഓരോ ഓർഗനൈസേഷനും ദേ ഹാവ് ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ്. എല്ലാവർക്കും പല പല പ്രൊസീജിയേഴ്സ് ആണ് ഇതുപോലുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാകുമ്പോ. അങ്ങനെ വരുമ്പോ there may be some hostile action from the management against grievant employees. ചിലപ്പോഴൊക്കെ എന്താ പറയാ, ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയൊക്കെ ചിലപ്പോ പെരുമാറേണ്ടി വരും എംപ്ലോയീസിനോട് ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. അത് ഇഷ്ടമാകുമോ എംപ്ലോയീസിന്? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റൈൽ ഇഫക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശത്രുത, ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെ ചിലപ്പോൾ മാനേജ്മെന്റ് എംപ്ലോയീസിന്റെ ഇടയിൽ ഗ്രീവന്റ് ആയിട്ടുള്ള ചിലപ്പോ ചില പരാതികൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചില കുട്ടികളോട് നമ്മൾ പറയില്ലേ, നമ്മള് വീട്ടിൽ കുട്ടികൾ ചിലപ്പോ
എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരാതികൾ പറയും. ടീച്ചർ അങ്ങനെ ഇത് ഇങ്ങനെ ചെയ്തു. അപ്പൊ നീ എന്ത് ചോദിച്ചില്ലേ? വേണ്ട, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഫോൺ വിളിക്കുക. ഇപ്പൊ ഫോൺ വിളിച്ച് ചോദിക്കാം. മറ്റേതാണെങ്കിലും എന്താ പറയുക, വരാം, കുഴപ്പമില്ല, നാളെ ഞാൻ നിന്റെ കൂടെ സ്കൂളിലേക്ക് വരാം അല്ലെ? അപ്പൊ കുട്ടികൾ എന്ത് വേഗം പറയും? അപ്പൊ എന്ത് കുട്ടികൾ വേഗം പറയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞേ പറയും. എന്തായാലും കുട്ടികൾ പറയാ, കുഴപ്പമില്ല അമ്മ, വേഗം നാളെ എന്റെ കൂടെ പോരെന്ന് പറയും. അങ്ങനെ പറയോ? എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊണ്ട് കുട്ടി വൈകുന്നേരം കുട്ടി വരുമ്പോ പറയാണ്. അപ്പൊ നമ്മൾ പറയാ, ഓ എന്നിട്ട് നീ എന്താ അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞില്ലേ, അവന് ശരി അങ്ങനെ ചെയ്തോ ടീച്ചർ, ശരി ഓക്കെ, ഞാൻ നിന്റെ കൂടെ നാളെ അങ്ങോട്ട് സ്കൂളിൽ വരാം, ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്തുണ്ടായി എന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താ പറയാ, വേണ്ട വേണ്ട വേണ്ട, വരൊന്നും വേണ്ട, പിന്നെ ഒന്ന് പോയി എന്നിട്ടാണ് നാളെ തുടങ്ങി അടുത്ത ദിവസം തുടങ്ങി ഇനിയുള്ള ദിവസമൊക്കെ ടീച്ചർ എന്നോടായിരിക്കും ആദ്യത്തെ ചോദ്യം. കാരണം നമ്മൾ നോട്ടപ്പുള്ളിയായിന്ന് അതല്ലേ? ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുക. അപ്പൊ എന്താണ്, ഇവിടെ ഓർഗനൈസേഷനിൽ പല രീതിയിലുള്ള പല എന്താ പറയാ രീതിയായിരിക്കും കംപ്ലൈന്റുകൾ സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അപ്പൊ എംപ്ലോയീസിന്റെ നേരെ ചിലപ്പോഴൊക്കെ ഈ മാനേജ്മെന്റും ചില അത്തരം, കാരണം ഞാനിപ്പോ കംപ്ലൈന്റ് വരുമ്പോ ഇനി ഇവനെ നോട്ടപ്പുള്ളിയാക്കിക്കോ, അല്ലെങ്കിൽ അവളെ നോട്ടപ്പുള്ളിയാക്കിക്കോ, അവൾക്കാണ് ഇത്ര പരാതി കൂടുതലുള്ളതാണ്, അവളെ ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ചീത്താക്കണേ, അപ്പൊ ഇവരെ നോട്ടപ്പുള്ളിയാക്കും. അപ്പൊ നമ്മളുടെ പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ ബ്ലാക്ക് മാർക്ക് വീഴാനായിട്ട് നോക്കിയിരിക്കും, എങ്ങനെയെങ്കിലും നമ്മളെ തട്ടിത്തെറിപ്പിക്കാൻ. ഓക്കെ, അതൊരു പോരായ്മ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ആ ഹോസ്റ്റൈൽ ആക്ഷൻസ് ഫേസ് ചെയ്യാൻ നമ്മൾ ഗ്രീവിയന്റ് ആയിട്ടുള്ള പരാതിക്കാരനായിട്ടുള്ള എംപ്ലോയി എപ്പോഴും അത് നോക്കിയിരുന്നോളാം. കാരണം ചിലപ്പോൾ അവർക്കെതിരെയായിരിക്കും ഇനി വരുന്ന ആക്ഷൻസ് എല്ലാം. അത് സ്വാഭാവികമാണ്, അതൊക്കെ അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയല്ലേ? അല്ലാണ്ട് അവരെ നീ എന്തായാലും കംപ്ലൈന്റ് പറഞ്ഞാണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ കൂടെ നിർത്തി പുനാരിച്ചു കൊണ്ടടക്കോ? ഒരിക്കലും ഉണ്ടാവാത്ത കാര്യമാണ്. അടുത്തത് നമുക്കറിയാം, ഫൈനൽ ഡിസിഷൻസ് വിൽ ബി ഹെൽഡ് ബൈ ദ മാനേജ്മെന്റ്. തീർച്ചയായിട്ടും അവസാനത്തെ ഒരു സൊല്യൂഷന്റെ ഫൈനൽ ഡിസിഷൻ എത്തുന്നത് മാനേജ്മെന്റിൽ നിന്നാണ്. പക്ഷെ അത്തരം മാനേജ്മെന്റ് അത്തരം ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇറ്റ് മേക്സ് ഫ്രസ്ട്രേഷൻ എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മാനേജ്മെന്റ് അല്ലേ ഡിസിഷൻ എടുത്തേ, അത് ചില എംപ്ലോയീസിന് ഗ്രഹിക്കില്ല. അവർക്ക് ചിലപ്പോൾ ചില വെറുപ്പോ ദേഷ്യമോ ഒക്കെ അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഫൈനൽ ഡിസിഷൻ മാനേജ്മെന്റിന് വിട്ടുകൊടുത്താലും അതിൽ നിന്നുണ്ടാകുന്ന ചില ഫ്രസ്ട്രേഷൻസും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ മെമ്പേഴ്സ് മേ നോട്ട് റിയാക്ട് പ്രോംപ്റ്റ്ലി. ഇനി മറ്റൊരു കാര്യം എന്താ, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് നമുക്കറിയാം എംപ്ലോയീസിന് ഇപ്പൊ ചിലപ്പോൾ പരാതികളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് അതിന് പ്രതികരിക്കുന്നില്ല, പ്രോംപ്റ്റ് ആയിട്ട് അത് ആളുകളെ അറിയിക്കുന്നില്ല. ആരെങ്കിലും വേണ്ടപ്പെട്ടവരെ അറിയിക്കണമെന്ന് വെക്കണ്ടേ, പക്ഷെ അത് ചെയ്യുന്നില്ല. അവരതെല്ലാം ആരുടെ ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കും? ട്രേഡ് യൂണിയൻ പറയട്ടെ, അതുപോലെ ചെയ്യാം. യൂണിയന്റെ ബാക്കിൽ നിൽക്കും, എന്ന് വെച്ചാൽ ഡിപ്പെൻഡഡ് ആണ് അവരെ. എന്ത് കാര്യത്തിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ ദ ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയന്റെ മേല് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യില്ല, ബാക്കി മെമ്പേഴ്സ് ഒന്നും എംപ്ലോയീസ് ഒന്നും അനങ്ങില്ല. അത് അവര് ചെയ്യട്ടെ, അവരുടെ പാടായി, വേണ്ട നമുക്ക് പിന്നീട് ഓക്കെ എന്നുള്ള രീതിയിൽ ആ ഒരു മനോഭാവം അങ്ങനത്തെ നിൽക്കും. അതൊരു ഡ്രോബാക്ക് ആണ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. ക്ലിയർ ആയോ? അപ്പൊ ഇതൊക്കെ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്നതാണ്. അഡ്വാൻറ്റേജിൽ പറഞ്ഞില്ലേ വരച്ചിടാൻ പറയാന്ന്, ഏതൊക്കെ പോയിന്റ് ആണ് ഇതിപ്പോ പറയാട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ. ക്ലിയർ ആയുള്ള ഡിസഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ അഡ്വാൻറ്റേജസിലും ആ കുഞ്ഞ് പോർഷൻസ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാം. ഒന്നാമത്തേത് എഴുതാം, അടയാളപ്പെടുത്താം. ഗ്രീവിയൻസ് ഇഷ്യൂസ് ബ്രിങ്സ് ഗ്രീവിയൻസ് ഇഷ്യൂസ് എന്നാണ് കേട്ടോ. ഇറ്റ് വേണ്ട, ബ്രിങ്സ് ഗ്രീവിയൻസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ്. അത് മതി, അത്രയും മതി. ആ ഒരു പോയിന്റ്, അതായത് മാനേജ്മെന്റിന്റെ മുമ്പിൽ എത്തുന്നു അത്തരം ഗ്രീവിയൻസ് ഇഷ്യൂസ്, അതൊരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തേത് ടൈംലി ഇന്റർവെൻഷൻ ബൈ ദ മാനേജ്മെന്റ്. അത് ടൈംലി ഇന്റർവെൻഷൻ ബൈ ദ മാനേജ്മെന്റ് കൃത്യമായ സമയത്ത് അതിന് ഇടപെടുന്നു. പിന്നെ മൂന്നാമത്തേതില് ഇറ്റ് ബിൽസ് വിതിൻ him a sense of emotional security. It builds in him. Within him എന്നുള്ളത്, ആ within എന്ന് പറയുന്നത് within him എന്നുള്ളത് എംപ്ലോയി ആണ് കേട്ടോ. എംപ്ലോയിയുടെ മനസ്സില് അല്ലെങ്കിൽ അവർക്ക് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി, എംപ്ലോയിന്ന് നമ്മൾ ചേർത്ത് വായിക്കണം അഡ്വാൻറ്റേജ് വായിക്കുമ്പോൾ. It builds within employee a sense of emotional security. ഒരു ഇമോഷണൽ സെക്യൂരിറ്റി കൊടുക്കുന്നു. അത്ര മതി. മനസ്സിലായോ?
പിന്നത്തത് helps the management to identify attitude and feelings of employees. അത്ര മതി. Helps the management to identify attitudes and feelings of employees. കിട്ടിയോ? അഞ്ചാമത്തെ പോയിന്റിൽ കിട്ടിയോ അടയാളപ്പെടുത്താൻ? കിട്ടിയില്ലേ? ആറാമത്തെ ഇതില് closely monitors arbitrary management actions. Closely monitors arbitrary management actions. അതാണ് അഡ്വാൻറ്റേജസിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ട ഭാഗങ്ങൾ. ഇനി ഡിസ്അഡ്വാൻറ്റേജസിൽ പറയാം. ഒന്നാമത്തേത് ക്യാൻ ബി ലെങ്തി ആൻഡ് കോസ്റ്റ്ലി. ക്യാൻ ബി എന്ന് തുടങ്ങി മതി. ക്യാൻ ബി ലെങ്തി ആൻഡ് കോസ്റ്റ്ലി. ചെലവേറിയതാണ്, കൂടുതൽ സമയമെടുക്കുന്നതാണ്, ലെങ്തി ആണ്. ഇനി അടുത്തതില് ലാക്ക് ഓഫ് പീപ്പിൾ സ്കിൽ to deal with grievances. അത്ര മതി. lack of people skill to deal with the grievances. പിന്നെ അടുത്തതില് there can be hostile action from the management against grievant employees. രണ്ടാമത്തെ സെന്റൻസ് ആണ്. മൂന്നാമത്തെ പോയിന്റില് രണ്ടാമത്തെ സെന്റൻസ് ആണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. മറ്റേത് വെറുതെ ഇങ്ങനെ പറഞ്ഞേക്കണം, ഓരോ ഓർഗനൈസേഷനും ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ. അത് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് അല്ല, അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ആണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ലാസ്റ്റത്തെ പോയിന്റിൽ മതി, നാലാമത്തേൽ വേണ്ട. മെമ്പേഴ്സ് മേ നോട്ട് റിയാക്ട് പ്രോംപ്റ്റ്ലി. മെമ്പേഴ്സ് മേ നോട്ട് റിയാക്ട് പ്രോംപ്റ്റ്ലി. അത്രയും മതി. കിട്ടിയോ? അഡ്വാൻറ്റേജസിലും ഡിസ്അഡ്വാൻറ്റേജസിലും മാർക്ക് ചെയ്യേണ്ട ഭാഗം. ഓക്കെ, അപ്പൊ നമ്മള് അവിടെ ഗ്രീവാൻസ് റീഡ്രസൽ പ്രൊസീജിയറും അതിന്റെ എന്താ പറയാ മെഷീനറിയും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു തീർന്നത്. ആ ഒരു ഭാഗം നമ്മുടെ ഗ്രീവാൻസ് ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം തീർന്നു. ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് ഭാഗമാണ്. നമ്മൾ ഇത് ചാപ്റ്ററിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഭാഗത്തേക്കാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്, എംപ്ലോയി ഡിസിപ്ലിൻ. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇന്ന് എടുത്തത് കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറച്ച് കൂടുതൽ പ്രാവശ്യം എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അത് ഇച്ചിരി ടഫാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, അതായത് നിങ്ങൾക്ക് അത് കിട്ടണ്ടോ മനസ്സിലാവണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. ഇച്ചിരി ലാഗായി എന്ന് എനിക്കറിയാം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെടുക്കാനുള്ള കാരണം ആ പോയിന്റുകൾ നിങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ വളഞ്ഞ വഴിക്കൊക്കെ കിടക്കുന്ന സെന്റൻസുകളുണ്ട്, അതുകൊണ്ടാണ്. സോ അടുത്ത ഭാഗം ഡിസിപ്ലിൻ ആണ്. കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, സോ സീ യു. താങ്ക് യു. Thank you, miss. താങ്ക് യു. Thank you. Okay.